അപ്പം ഇനി പാതിരാവായില്ല പൗർണമി. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. ശരിക്കും ഹരീഷിന് ഈ പാട്ട് എന്താണ് ആക്ച്വലി? പാട്ടാണോ? പോയട്രി. പോയിട്രി അത് പി ഭാസ്കരൻ മാഷിൻ്റെ പോയിട്രി എന്ന് പറയുന്നത് സാഹിത്യമില്ലാതെ സാഹിത്യം. മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ സാഹിത്യം, ഏറ്റവും മ്യൂസിക്കൽ മീറ്ററിൽ നമ്മളെ കരയിക്കുന്ന സാഹിത്യം എഴുതാൻ പറ്റുന്ന കുറച്ച് പേര്. ONV സാറ്, പി ഭാസ്കരൻ മാഷ്. ലാളിത്യം, ആ മണിപ്രവാള പ്രയോഗങ്ങളില്ലാത്ത പാട്ടുകൾ, കൂടുതലും പച്ച മലയാളം കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഇത്രത്തോളം എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇങ്ങനെ കൂട്ടുകാർ, ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ, ഞങ്ങൾക്ക് ഈ ഹാർമോണിയത്തിൽ കമ്പോസ് ചെയ്ത പാട്ടുകൾ പാടുന്ന രീതിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹാർമോണിയം സംഗതികൾ ഒരു ബ്ലെസ്സിങ് ആണ്. ചിലർക്ക് മാത്രമേ അത് വോയിസിൽ വരുള്ളൂ. ഈ പെട്ടിയിൽ ഇങ്ങനെ ഒരു വായിക്കുന്ന ഒരു റൂട്ടുകൾ അത് വോക്കൽസിലേക്ക് മാറുമ്പോൾ പലപ്പോഴും പെട്ടിയുടെ ചില ഗുണങ്ങൾ പോവും. കാരണം അത് വോയിസ് കിട്ടില്ല. കാരണം പെട്ടിയിൽ വായിക്കുന്ന സംഗതി വോയിസിലേക്ക് മാറ്റുമ്പം വോക്കൽ സംഗതിയായി മാറും. പക്ഷെ വോക്കൽ സംഗതിയും ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷെ പെട്ടി സംഗതി ആയിരിക്കില്ല കിട്ടുക. ഇതിനകത്ത് ഈ ബാബുക്ക പാടുമ്പോൾ, ബാബുക്കയുടെ റെക്കോർഡിങ് കണ്ടു കഴിഞ്ഞാൽ ബാബുക്കയുടെ വോയിസിൽ വരുന്നത് പെട്ടിയിലെ അതേ സംഗതിയാണ് വോയിസിൽ വരിക. അങ്ങനെ പാടുന്ന സിംഗേഴ്സ് പറയുമ്പോൾ ഗുലാം അലി ഖാൻ സാഹിബ്, അദ്ദേഹം ഹാർമോണിയത്തിൽ എന്താണോ വായിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡ്സ് എന്ന് വരിക. കൈയും തൊണ്ടയും 100% സിങ്ക് ആയിരിക്കും. കയ്യിൽ എന്താണോ പോയത് അതിൽ നിന്ന് ഒരു നോട്ട് എക്സ്ട്രാ വോയിസിൽ പോകത്തില്ല. അല്ലെങ്കിൽ വോയിസിൽ പോകുന്ന എക്സാക്ട്ലി അത് ഏതാണ് ആദ്യം വന്നതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. വോക്കലാണോ കൈയാണോ? അപ്പോൾ ഈ പാതിരാവായില്ല എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ മറ്റേ ഈ പാട്ടിലെ കണ്ണില്ല പാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, അതൊക്കെ എനിക്ക് വന്നത് ഭാസ്കരൻ മാഷിന്റെ വരികൾ തന്നെയാണ്. മറ്റേ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുട്ടെ, ഇതൊക്കെ ഞങ്ങൾക്ക് ഹാർമോണിയം പാട്ടുകളാണ്. അപ്പോൾ ഈ ഹാർമോണിയം സംഗതി പാടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു തീർത്ത ആഗ്രഹം, മോഹം. എത്താൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഈ മോഹത്തിൻ്റെ പുറകെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാക്ടീസ് അതിന് കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് അത് ചിലപ്പോൾ ഈ ചെറിയ പേരൊന്നും പറഞ്ഞ് ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ താങ്കൾ കേൾക്കണ്ട. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഒരുപാട് അറിയപ്പെടേണ്ട ഒരു ഗായകനാണ്, മറ്റേ അരുൺദാസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാബുക്കയുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ സത്യജിത് സഞ്ജു എന്ന് പറഞ്ഞ വേറൊരു പയ്യൻ, ശ്രീനാഥ് നായർ, ഇവരൊക്കെ ഹാർമോണിസ്റ്റുകളാണ്, ഹാർമോണിയം പ്ലേ ചെയ്ത് പാടുന്നവരാണ്. അവർ പാടുമ്പോൾ ഈ പാട്ട് വേറെ പോലെ ഇരിക്കും. ഇപ്പോൾ പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. ഇതാണൊരു വോക്കൽ രീതി, കറക്റ്റ് താളത്തിന്. ഇത് പെട്ടിയുള്ളൊരു പാടുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് കിട്ടില്ല, പക്ഷെ ഒരു 70% കിട്ടും എന്ന് കൂട്ടാലോ. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 അത് പെട്ടിയുടെ സംഗതിയാണ്. 17 18 പ്രായം. ഈ സാധനങ്ങളൊക്കെ ഈ നല്ല പാൽപ്പായസം കുടിച്ച ഫീലിംഗ് ആണ്. അതാ മറ്റേതുപോലെ പാടിയത് കിട്ടുകയില്ല അല്ലേ. മലർമണം മാഞ്ഞല്ലോ, അത് ഹാർമോണിയത്തിലെ സംഗതിയാണ്. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ, ഇത് വോക്കലിസ്റ്റിന്റെ സംഗതി. മലർമണം മാഞ്ഞല്ലോ
സൗണ്ട് ഇല്ല, അത് പെട്ടി സംഗതിയാണ്. അത് പെട്ടിക്കാർക്ക് മാത്രമേ ആ സാധനം വരുള്ളൂ. ബാബുക്ക ഹാർമോണിയത്തിൽ വായിക്കുന്നത് ദൈവം ഹാർമോണിയത്തിൽ കയറിയ പോലെ ഇരിക്കും. അത് റെക്കോർഡിങ്സ് കേട്ടാൽ ഞാൻ പറയണ്ട, അത് ഇമോഷണലാണ് നമുക്കത് കേൾക്കുമ്പോൾ. അതുപോലെ എങ്കിലും എന്നോ മലാൾക്കു താമസിക്കാനിൻ കരളിൽ, ഇതാണ് പടത്തിലുള്ളത്. അത് താമസിക്കാനിൻ കരളിൽ എന്നൊരു സാധനമുണ്ട്, പുള്ളി പാടുന്നതിലുണ്ട്, ഞാനിടുന്ന സംഗതി അല്ല അത്. ബാബുക്ക പാടിയ റെക്കോർഡിങ് തിരിച്ചു പോയി കേട്ടെ. താമസിക്കാനിൻ കരളിൽ, ഇത് അഗൈൻ ഹാർമോണിയത്തിൽ പോകുന്ന റൂട്ടാണ്. ഇപ്പം എനിക്ക് ഈ പാതിരാവായില്ല താങ്കൾ ചോദിച്ചപ്പോൾ ആ ഹാർമോണിസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സാധനമില്ലേ, അത് കിട്ടിക്കുക എന്നുള്ളത് ഭയങ്കര മോമെൻ്റ് ഓഫ് ഹാപ്പിനെസ്സാണ്. അതുകൊണ്ട് ഞാൻ എത്രയോ വർഷം പാടി 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 എനിക്കിപ്പോഴും ഒരു 60-70% ക്രാഫ്റ്റേ ഉള്ളൂ ഈ ഹാർമോണിയ സംഗതികൾ. പക്ഷേ ഒരു പൊതുവെ പാടുന്നവരെക്കാളും കുറച്ചും കൂടെ ഭേദപ്പെട്ട രീതിക്ക് എനിക്ക് സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ പലരും സംഗതി തെറ്റിദ്ധരിക്കാറുണ്ട്. സംഗതി അല്ലാതെ ആ ഇൻസ്ട്രുമെൻറ്റിന് ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ട്. ഇത് പ്രധാനമാണ്, എനിക്കിത് പറയാനൊരു അവസരം. ഓരോ വാദ്യത്തിനും അതിൻ്റെതായ സ്ട്രെങ്ത്തും ഹാൻഡിക്യാപ്പും ഉണ്ട്. ഹാർമോണിയത്തിൻ്റെ ഹാൻഡിക്യാപ്പ് എന്താണ്? ഹാർമോണിയം കട്ടയാണ്. അപ്പോൾ ഒരു കട്ടയിൽ നിന്നും മറ്റൊരു കട്ടയിലേക്ക് വളച്ച് കൊണ്ടുപോകാനുള്ള മേക്കില്ല ഹാർമോണിയത്തിന്. സ്റ്റക്കാറ്റോ ആയിട്ട് മാത്രമേ എന്നേ വായിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ വയലില് എന്ന് വായിക്കാം, വയലിനിൽ അത് തന്നെ കിട്ടാറില്ല എന്ന് വായിക്കാം. പക്ഷെ ഹാർമോണിയത്തിന് മാത്രം ഇങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഹാർമോണിയം പ്ലേയേഴ്സ് സിവിയർ അഡ്വാൻറ്റേജ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. കാരണം ഹാർമോണിയത്തിൽ മാത്രം പ്ലേ ചെയ്യാൻ പറ്റുന്ന ചില റൂട്ടുകളുണ്ട്. അത് കട്ട മൂവ് ചെയ്താലേ ആ സംഗതി കിട്ടുള്ളൂ. അത് വോക്കൽസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് എഫേർട്ടാണ്, ടഫ് എഫേർട്ടാണത്. അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ആസ്പിറേഷൻ. അപ്പോൾ ഈ പാട്ട് വാതിരാവായിലാണെങ്കിലും ചില ദേവരാജ മാഷിൻ്റെ ചില പാട്ടുകൾ അദ്ദേഹം പാടിയപ്പോൾ ഞാൻ പാടാനുള്ള അതിക്രമമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഒന്നിനെ ശ്രുതി താഴ്ത്തി അദ്ദേഹം പാടിയൊരു റെക്കോർഡിംഗ് ഇപ്പോൾ അവൈലബിൾ ആണ്, യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. കറക്റ്റ് ഹാർമോണിയ കട്ടയിൽ കൈ സഞ്ചരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം സഞ്ചരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് വേറൊരു വോക്കലിസ്റ്റ് പാടുമ്പോൾ അങ്ങനെയല്ല അത് കിട്ടുന്നത്. രണ്ടിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ, ബാബുക്കയുടെ പല പാട്ടുകളും ഈ ഹാർമോണിയം റൂട്ട്സിനെ എത്രത്തോളം ഇംബൈബ് ചെയ്ത് നമുക്ക് പാടാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞാൽ ഭാസ്കരൻ മാഷ് അതാ കറക്റ്റ് ലെങ്ത് ഓഫ് മീറ്റർ കൊടുക്കുകയും ചെയ്യും. അനാവശ്യ വാക്കുകളോ കഠിനമായ ശബ്ദങ്ങൾ ഉണ്ടാവില്ല. ഈ ഠ ട ഖ ഛ പോലത്തെ സൗണ്ടുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ അച്ഛൻ എന്ന് പറയുന്നിടത്ത് ഛ എന്നുള്ള സൗണ്ടില്ലേ, അത് ഇല്ലാതെ കണ്ണില്ല പാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ താമരമിഴിയെന്നോ തങ്കത്തിൻ കവിളെന്നോ തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ. ഇത്ര താങ്കൾ ശ്രദ്ധിച്ചോ, എല്ലാ കൂടുതലും വേർബ് സൗണ്ട്സ് ആണ്. കൂടുതൽ കഠിനമായിട്ടുള്ള ഈ തെറിക്കുന്ന ശബ്ദങ്ങളില്ല. അതിനെ ഈ ട്യൂണിലേക്ക് ആക്കി എന്നുള്ളതുകൊണ്ടാണ് ഈ പാട്ടൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടിയേഴ്സിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മെയിൻ റീസൺ. സിംഗറിന് വിചാരിച്ചാൽ പോലും കാഠിന്യം കൊടുക്കാൻ പറ്റില്ല. ഒരു വോക്കലിസ്റ്റിന് ഈ ബലം പിടിക്കാനും വേണ്ടേ, ട്യൂണിൽ എന്തെങ്കിലും ബലമേ പിടിക്കാൻ പറ്റില്ല. അത്രയും പൊടിച്ച പഞ്ചസാര തൂവുന്ന പോലെയുള്ള പാട്ടുകളാണ്. അത് ബാബുക്കയ്ക്ക് മാത്രം സ്വന്തം. വേറെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ വേറൊരു കമ്പോസറിനും അത് എനിക്ക് തോന്നുന്നില്ല അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. ഏത് പാട്ടെടുത്താലും ആ ഒരു മെലഡി, വാക്കുകളുടെ കാഠിന്യം കയറി വരാതെ മെലഡി പാടാൻ പറ്റുക എന്നുള്ളത് ബാബുക്കയുടെ പാട്ടുകൾക്ക് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ പറ്റുന്നു.